ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1845. ഇന്ന് ജനുവരി മാസം 18-ാം തീയതി. നമ്മുടെ കർത്താവ് ശാസനയോടെ ഒന്നുമല്ല മാർത്തയോട് പറയുന്നത്. ശരിക്കും സങ്കടത്തോടു കൂടി തന്നെയാണ്. മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വല്ലാതെ വ്യാകുലപ്പെടുന്നു, മനസ്സ് കലങ്ങിയിരിക്കുന്നു. ആവശ്യമുള്ളത് കൂടി നീ അന്വേഷിക്കണം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അവസാനിക്കുന്നിടത്ത് മറിയം തെരഞ്ഞെടുത്തു എന്ന് നമ്മുടെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു നല്ല അംശമുണ്ട്. എന്തായിരുന്നു അത്? മാർത്തായോ മാർത്തമാരെ നമുക്ക് കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല. നമ്മളെല്ലാം നിലനിൽക്കുന്നത്, ഓരോ ദിനവും നിമിഷവും ജീവിക്കുന്നത് ഇങ്ങനെ നമ്മളെ ഓർത്ത് വ്യാകുലപ്പെടുന്നു, നമ്മളെ ഓർത്ത് മാത്രം വ്യാകുലപ്പെടാനായിട്ട് നേരം കിട്ടുന്ന മാർത്തമാരുള്ളത് കൊണ്ടാണ്. ഒരു സംശയവുമില്ല. പിന്നെന്തേ ഇവിടെ ബെഥനിയയിലെ ഭവനത്തില് മാർത്തയ്ക്ക് എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചു? ഒന്നുമില്ല. തന്റെ ഉത്തരവാദിത്തങ്ങളില് വ്യാപൃതരാകുന്നു എന്നത് ഒരു തെറ്റാണ്. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നമുക്കും വേണ്ട ഒരു റീചാർജിങ്. അവനവന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും ഒക്കെ ജീവിച്ച് ഇങ്ങനെ തത്രപ്പെട്ട് വ്യഗ്രതപ്പെട്ട് ഓടുന്നതിനിടയിൽ ഒരു റീചാർജിങ് സംഭവിക്കാതെ പോകുന്നുവെങ്കിൽ അത് നമുക്കും കൂടി ഒരു വലിയ നഷ്ടമായി മാറുന്നില്ലേ? മറിയം എന്താ ചെയ്തേ? പാദത്തെങ്കിൽ ഇരുന്നെന്നാ പറയാ. വെറുതെ ഒരു ദിവസത്തെ മാത്രം ഒന്ന് മുറിച്ചെടുത്താൽ 24 മണിക്കൂറുകൾ കിട്ടുന്നുണ്ട്. എങ്ങനെയൊക്കെ അത് നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കുന്നു എന്നത് നമുക്ക് മാത്രം അറിയാവുന്ന, ഒപ്പം ദൈവത്തിനും കൂടി ബോധ്യപ്പെട്ട ഒരു രഹസ്യം കൂടിയാണ്. ഈ കയ്യിലിരിക്കുന്ന ഈ മൊബൈൽ ഫോണിനകത്ത് പോലും ഒരു 24 മണിക്കൂറിനകത്ത് നമ്മളൊരു 3-4 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഏറ്റവും കുറഞ്ഞത് നമ്മൾ തിരിച്ചറിയുന്നു. ഇതിനിടയിൽ തമ്പുരാന്റെ പാദത്തെങ്കില് കണ്ണും പൂട്ടിയിരിക്കാനായിട്ട് ഒരല്പനേരം പോലും നമുക്ക് മിച്ചം വെക്കാനായിട്ട്, കണ്ടെത്താനായിട്ട് കിട്ടുന്നില്ല എങ്കിൽ, സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിന്റെ താളം തെറ്റിട്ടുണ്ട്. അത് ഉടയവനുമായി, ഉടമസ്ഥനുമായി ഒരു ഉടമ്പടിയുമില്ലാത്തൊരു ജീവിതമായി മാറിയിട്ടുണ്ട്. ഒന്ന് തിരുത്തേണ്ടി വരും. ആദ്യ മാസത്തിന്റെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുകയാണ്. വേഗം തന്നെ തിരുത്തേണ്ടി വരും. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.